ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞു മത്തി മുളകിട്ടത് എങ്ങനെ വെക്കുമെന്നാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഉള്ളി സവാള ഒന്നും അരിയേണ്ട, ഈസി ആയിട്ട് ഇതേപോലെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില, അതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അത് പൊട്ടാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അത് നമുക്ക് വെള്ളമൊഴിച്ചിന് തിളപ്പിക്കാനുള്ളതല്ലേ, അതിൽ കിടന്ന് വെന്തോളും. ഇനി പൊട്ടാനായിട്ടൊന്നും നോക്കി നിൽക്കണ്ട. അപ്പോൾ ഇതൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. എപ്പം നമ്മൾ മീൻകറി ഉണ്ടാക്കിയാലും സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ഒത്തിരി ഉള്ളിയൊക്കെ ഇടൂലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ടേസ്റ്റിലല്ലേ കഴിക്കണം. നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ കേരക്കറി വെച്ച അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കേരക്കറി നെയ്മീനൊക്കെ വെച്ച നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ. മല്ലിപ്പൊടി ഒന്നും ഇടണ്ട. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. കറി കാണാനും നല്ല ഭംഗിയാണ്, കറി കൂട്ടാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, അതായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തേനെ. ഞാനിനി ഇത് ഒന്ന് വെള്ളമൊഴിച്ച് ഇതുപോലെ കുഴച്ചെടുത്തിട്ടാണ് ഞാനിത് ഈ പൊടി ഇതിലേക്ക് ചേർക്കണേ കേട്ടോ. അതായത് കത്തിയ ചൊവയൊന്നും വരാതിരിക്കാൻ, പൊടികൾ കരിഞ്ഞ ചൊവയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കണത്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത്രയും മൂത്ത ശേഷം മാത്രമാണ് നമുക്ക് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് ഒരു 5 മിനിറ്റോളം നല്ലതായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി പൊടി നല്ലോണം മൂത്ത് കിട്ടണം കേട്ടോ. അതിന് ശേഷമാണ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, അത് പോകണം. അത് പോയാലാണ് ആ പൊടി മൂത്ത് വരുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഉണ്ടായി, അത് ഞാൻ ഒന്നുകൂടിയും വെള്ളമൊഴിച്ച് കഴുകി അതിലേക്ക് ഒഴിക്കണേണ്. അപ്പം ഇതിൽ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർക്കാത്ത കറിയാണ് കൂടുതൽ ടേസ്റ്റ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ കല്യാണ വീടുകളിലൊക്കെ മീൻകറി കണ്ടിട്ടില്ലേ, ഇതുപോലെയാണ് അവർ ചെയ്യണത്. അപ്പം ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കണുണ്ട്. ഇങ്ങനെ പൊടി ഇത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഇങ്ങനെ ഇടണമെങ്കിലേ പൊടി കരിഞ്ഞ് പോവില്ല, കറിക്ക് കരിഞ്ഞ ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ മുളക് പൊടിയൊക്കെ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കുടംപുളിയാണ് ചേർക്കണം മീൻ കറിയിൽ, വാളംപുളി ഒന്നും ചേർക്കില്ല. കുടംപുളിയാണ് കേട്ടോ കറിക്ക് ടേസ്റ്റും, അതുപോലെ വയറിനൊക്കെ നല്ലതാണ് ഈ കുടംപുളി ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു 3-4 കുടംപുളിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു മത്തി കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതുപോലെ മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ലൊരു മൊഞ്ചാണ് കറി കാണാനൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇനി മത്തിക്കറി അയില എന്ത് മീനാണെങ്കിലും ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ് ഈ കറി. പിന്നെ എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് കേട്ടോ, ഐമാസ് ഓർഗാനിക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കുഞ്ഞ് ചാനലാണ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വീഡിയോക്ക് കമൻറ്റും ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കേ.